ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബി ചേച്ചിമാരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നുമല്ല, ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഓക്കെ, അങ്ങനെ പറയാം, വെറൈറ്റി ടൈപ്പ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ നോർമൽ പഠിക്കുന്ന പോലത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്, എന്നാലും ഞാൻ ചെയ്യുന്നതിൽ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ചൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്, കാരണം അതിൻ്റെ ആൻസറൊക്കെ ഒന്ന് നോക്കി കണ്ടുപിടിച്ചൊക്കെ വരാം. സോ ഓക്കെ, അതുവരേക്കും നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ കൊണ്ട് തട്ടിമുട്ടിയൊക്കെ പോകണം. സോ ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഞാനീ പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് കേട്ടോ, അതായത് തുടക്കക്കാർക്ക് വേണ്ടി, കൊച്ചു പിള്ളേർക്കൊക്കെ 3, 4, 5, 6 CBSE ഇനി സ്റ്റേറ്റിൽ നിന്നും CBSE പോവുകയാണെന്നുണ്ടെങ്കിൽ CBSE ഫുൾ ഇംഗ്ലീഷാണ്. സോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്, പിള്ളേരുടെ മുമ്പിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാണ്, നാടോടിക്കാറ്റ് സിനിമയിലെ മമ്മൂക്കോയ എന്തായിരുന്നു, ശ്രീനിവാസൻ്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അവരെ ഗൾഫിൽ വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 വാക്ക് പഠിച്ചു വെച്ചിരുന്നാൽ മതി, അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. അവിടെ എത്ര കഠിനമായ വാക്ക് വന്നാലും നിങ്ങൾക്ക് അതിന് മുമ്പിൽ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് ഒഴിയാം. ഓക്കെ, അതേപോലെ ഇംഗ്ലീഷിലാണെങ്കിൽ 4 വാക്ക് പഠിച്ചു വെച്ചിരുന്നാൽ എവിടെയും, ഇപ്പം നിങ്ങളുടെ അടുത്ത് ആര് എത്ര ചീത്ത വിളിച്ചാലും താങ്ക് യു പറഞ്ഞാൽ നിങ്ങൾ വെൽക്കം, താങ്ക് യു, വെൽക്കം എന്ന് പറയാം. ചീത്ത വിളിച്ചാലും താങ്ക് യു, വെൽക്കം, സോറി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കാം. അപ്പം നമുക്ക് ആ വാക്കുകൾ നോക്കാം. താങ്ക് യു, നമ്മൾ ഒരാളടുത്ത് എന്താ താങ്ക് യു കാർഡ് എന്ന് പറയൂലേ, താങ്ക് യു ഫോർ എവ്രിതിങ് എന്ന് പറയത്തില്ലേ, അതന്നെ ആ ഒരു താങ്ക് യു, അതായത് നമ്മളെ ഒരാളെ ബഹുമാനിക്കുന്ന പോലെ താങ്ക് യു ആണ്, നന്ദി പറയാം. നമ്മൾക്ക് ഒരു ഹെൽപ്പ് ചെയ്തു തരാണ്. ഇപ്പോൾ ഈ ഒരു മാർക്കർ അവിടെ ഇരിക്കുകയാണ്, ഞാൻ എൻ്റെ ഉമ്മയോടോ താത്തയോടോ ആ മാർക്കറിങ് എടുത്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരെടുത്ത് തന്നാൽ ഞാൻ താങ്ക് യു എന്ന് പറയൂലേ, അതായത് ഞാൻ നന്ദി രേഖപ്പെടുത്താണ് അവർ സഹായം ചെയ്ത് തന്നതിന്. ഓക്കെ, സാധാരണ ഞാൻ അങ്ങനെ പറയാറില്ല, എന്നാലും നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. തെളിയുന്നില്ല, അയ്യോ തെളിയണില്ല, പ്ലീസ്. ഈ മാർക്കർ തെളിയുന്നില്ല ഗൈസ്, ഈ മാർക്കറിന് ഒരു അടി കിട്ടാത്തതിൻ്റെ കുറവുണ്ട്, നമുക്ക് കൊടുക്കാം. ഓക്കെ, പ്ലീസ്. പ്ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത്, ദയവായി. നമ്മളിങ്ങനെ ചോദിക്കത്തില്ലേ, പ്ലീസ് ടേക്ക് ദ ബുക്ക്, ദയവായി ആ ബുക്കൊന്ന് എടുക്കൂ എന്ന് പറയൂലേ. അപ്പോൾ നമ്മളെ ടീച്ചർമാരൊക്കെ നമ്മളിങ്ങനെ ക്ലാസ്സിലായിരിക്കുമ്പോൾ ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്തൊന്ന് മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കില്ലേ, പ്ലീസ് ഒന്ന് മിണ്ടായിരി എന്ന് പറയത്തില്ലേ, അത് തന്നെ അതുപോലെ. ഓക്കെ, നെക്സ്റ്റ് സോറി. സോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഒരാളോട് എന്തോ ഒരു പറയാം മലയാളത്തിൽ അത് തന്നെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സാധനം. എനിക്ക് ഈ സോറിയുടെ മലയാളം താക്കിന് തുമ്പത്ത് നിൽക്കണം, പക്ഷെ കിട്ടുന്നില്ല. ഓക്കെ, ക്ഷമിക്കുക. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ക്ഷമിക്കുക. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാണെങ്കിൽ എങ്ങനെ പറയാം, ഞാനിപ്പോൾ ഒരു മുട്ടായി ആ അലമാരയിൽ നിന്ന് ഓട്ടിച്ച്, അപ്പോഴത്തേക്കിനും പാപ്പച്ചി എന്നെ അതിന് പൊക്കി. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഞാൻ പോയി സോറി പാപ്പച്ചി ക്ഷമിക്കണം, ഞാൻ ഇനി അങ്ങനെ ചെയ്യൂല എന്ന് പറയൂലേ, അത് തന്നെ സാധനം സോറി. നമ്മുടെ ടീച്ചർമാരുടെ അടുത്തൊക്കെ ഹോംവർക്ക് ചെയ്യുക പറയത്തില്ലേ, സോറി ഇനി അങ്ങനെ ചെയ്യൂല, ക്ഷമിക്കണേ എന്ന് പറയൂലേ, അതന്നെ. ഉമ്മച്ചീൻ്റെ അടുത്തൊക്കെ പറയുമ്പം ഉമ്മച്ചി നമ്മൾ അങ്ങനെ അടിക്കുമ്പോഴത്തേക്കിനും ഒക്കെ നമ്മളിങ്ങനെ ഉമ്മച്ചീന് എന്തെങ്കിലുമൊക്കെ പറയൂലേ, വഴക്കൊക്കെ ഇങ്ങനെ നിങ്ങൾ എന്തിനാണ് ചെയ്തത് എന്നൊക്കെ പറയൂലേ, അതേപോലെ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പോയി പറയും, സോറി ഉമ്മ ഇനി അങ്ങനെ പറയൂല എന്നൊക്കെ പറയൂല, അത് തന്നെ. ഇനി ഞാൻ വലിച്ചു നിട്ടില്ല, കുറേ നേരമായി, 5 മിനിറ്റായി ഒരു 2 എക്സാമ്പിൾ പറയാൻ. ഇനി വെൽക്കം. വെൽക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നന്ദി പറയുമ്പോൾ തിരിച്ച് നമ്മളൊരു പൊളൈറ്റ്നെസ്സോടെ നോ താങ്ക്സ്, സാരമില്ല, ഓക്കെ, എന്താ ഓക്കെ അത് കുഴപ്പമില്ല, നീ താങ്ക് യു ഒന്നും വേണ്ട എന്നൊക്കെ പറയത്തില്ല, അത് തന്നെ. അതിനെ ഒരു 1 വേർഡിൽ പറയുക,
എന്നതേ ഉള്ളൂ. വെൽക്കം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വാട്ട്, വെയർ, ഹൂ, ഹൂം, വെൻ. വാട്ടെന്ത്, വെയറെവിടെ, വെന്നെപ്പോൾ, വിച്ചേത്. ആ പാട്ട് ഇപ്പോൾ ഒരു കാലഘട്ടം മുമ്പേ ഒന്ന് ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ എൻ്റെ കാലരാഗം കേട്ട് ഓടിപ്പോണ്ട. ഓക്കെ, അപ്പോൾ വാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്, നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്നതിന് വാട്ടെന്ത്. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം? എൻ്റെ പേരെന്തരി എന്ന് ചോദിക്കൂലേ നമ്മൾ പുതിയൊരു സ്കൂളിലോട്ട് ചെല്ലുമ്പം നിൻ്റെ പേരെന്തരടാ പറ ഇങ്ങനെ ചോദിക്കൂലേ. വാട്ട്സ് യുവർ നെയിം? CBSEയിലാണെങ്കിൽ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കും. വെയർ, എവിടെ. വെയർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്. CBSEയിൽ കാര്യമാണ്. ചെറിയ പിള്ളേരൊക്കെ CBSEയിൽ പോകുമ്പോൾ ഉള്ളത്. സ്റ്റേറ്റ് സിലബസിൽ അങ്ങനെ നോക്കാറില്ല. വെയർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്. ഹൂ, ആര്. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ. ഹൂ, ആര്. ഹൂം ഡു യു ലൈക്ക് മോസ്റ്റ്, നിനക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം. വെൻ, വെൻ എന്ന് വെച്ചാൽ എപ്പോൾ. വെൻ ഡസ് ദ ട്രെയിൻ അറൈവ്സ്, എപ്പോഴാണ് ആ ട്രെയിൻ വരുന്നത്. വിച്ച്, വിച്ച് എന്ന് വെച്ചാൽ ഏത്. ഹൗ മച്ച്. ഓക്കെ, വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സെന്റൻസ് ഞാൻ പറയാൻ താഴെ കിടക്കാണ്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള, ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് എന്ന് ചോദിക്കാണ്. ഹൗ മച്ച്, എത്ര എന്നതാണ്. ഹൗ മച്ച് ഫോർ ദിസ് ബാഗ്, എത്ര രൂപയാണ് ഈ ഒരു ബാഗിന്. നെക്സ്റ്റ്, ഹൂസ്, ആരുടെ. ഹൂസ് ബുക്ക് ഇസ് ദിസ്, ആരെ ബുക്ക. അല്ലെങ്കിൽ ഹൂസ് പെൻ ഈസ് ദിസ്, ഈ ബുക്കിന് പകരം നിങ്ങൾക്ക് പെന്നോ പെൻസിലോ ബോട്ടിലോ എന്താ സ്റ്റിഫ് ആൻഡ് ഷൈനോ എന്തിനു വേണമെങ്കിലും ചേർക്കാം. ഹൂസ് സ്റ്റിഫ് ആൻഡ് ഷൈൻ ഈസ് ദിസ്. ഹൗ ആർ യു, ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഫൈൻ എന്ന് പറയും. ഇവിടെ രണ്ട് വേർഡ്സിന് ഒരേ മീനിങ് വരുന്നുണ്ട്. ഹൗ ആർ യു, ഹൗ ഡു യു എന്ന് പറയുന്ന രണ്ട് വേർഡ്സിന്. അതിന് ഹൗ ഡു യു അല്ല ഹൗ ഡു യു ഡു എന്ന് പറയുന്നതിനും ഐ ആം ഫൈൻ എന്നൊരൊറ്റ ഉത്തരം തന്നെയുള്ളൂ. ഐ ആം ഫൈൻ എന്ന് വെച്ചാൽ എനിക്ക് സുഖം തന്നെ നിനക്കാ എന്നതാണ്. ഓക്കെ, വണ്ടർഫുൾ, അമേസിങ്, ബ്യൂട്ടിഫുൾ, എക്സ്ക്ലമേഷൻ, ആശ്ചര്യപ്പെടുക. നമ്മളിങ്ങനെ വണ്ടർഫുൾ. സിൻഡർലയുടെ കഥയിൽ സിൻഡർല ഒരുങ്ങി പാലസിലോട്ട് ചെല്ലുമ്പോൾ അവളെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. വണ്ടർഫുൾ, അമേസിങ്, എക്സലൻറ്റ് എന്ന് പറഞ്ഞിങ്ങനെ വാ പൊളിച്ച് അന്തം വിട്ട് കുന്തമ്പിങ്ങനെ നിൽക്കുന്ന ഒരു സീൻ നമ്മളെല്ലാവരും പഠിച്ചതല്ലേ. ആ സാധനം തന്നെ അവിടെ നമ്മൾ ടെക്സ്റ്റിൽ ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ താണ്ടെ ഇങ്ങനെ ഒരു കുത്ത് കണ്ടിട്ടുണ്ട്. അല്ല, ഈ സൈഡിലോട്ട് ഒരു സെൻസ് ഇങ്ങനെ ഒരു സാധനം തെളിയണില്ല. തെളിയുമ്പോൾ എന്തിനായിരുന്നു കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഒരു വരയിട്ടിട്ട് താഴെ ഒരു കുത്ത് കണ്ടിട്ടുണ്ടാ, അതിനാണ് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ മാർക്ക്, ഇത് എക്സ്ക്ലമേഷൻ മാർക്ക്. ഇനി ഫുൾ സ്റ്റോപ്പ് എവിടെയെന്ന് ചോദിക്കേണ്ട, ഒരു കുത്ത്, തീർന്നു. ഒരു കുത്ത്, ഒരു സെൻറ്റൻസ് ഇട്ടിട്ട് താങ്ക് യു പറഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു കുത്തില്ല. അപ്പോൾ താങ്ക് യു എന്നത് അവിടെ അവസാനിച്ചു, ആ ഒരു സെൻറ്റൻസ് അവിടെ അവസാനിച്ചു. പിന്നെ വേറൊരു സെൻറ്റൻസ് തുടങ്ങുക, അത് തന്നെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലനേഷൻ പറഞ്ഞു. നമ്മൾ ഇതേപോലുള്ള വാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള സെൻറ്റൻസ് ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സെൻറ്റൻസ്. ഇപ്പോൾ ഒരാളിങ്ങനെ വരികയാണ്, ഒരു പൂവ്, നല്ല ഭംഗിയുള്ള ഒരു പൂവ്, നല്ല സ്മെല്ലും നല്ല ഭംഗിയുള്ള ഒരു പൂവ്. അപ്പോൾ ഒരാളിങ്ങനെ വന്നിട്ട് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, അങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ അങ്ങനെ ഒരാൾ വരുന്ന ഒരു സീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഇവിടെ ബ്യൂട്ടിഫുൾ എന്നോ അമേസിങ് ഇറ്റ് ഈസ് എന്നോ വണ്ടർഫുൾ ഇറ്റ് ഈസ് എന്നോ അതേപോലെ എക്സലന്റ് ഇറ്റ് ഈസ് എന്നോ അങ്ങനെയൊക്കെ പറയാം. ഇനി എക്സലന്റ്, ഗുഡ്, ഗ്രേറ്റ്, ഇത് മൂന്നും വരുമ്പോൾ അപ്രീഷിയേറ്റ്, അഭിനന്ദനം. അപ്രീഷിയേറ്റ് മലയാളം എഴുതണ്ടല്ലോ, അഭിനന്ദനം എല്ലാവർക്കും അറിയാലോ. അഭിനന്ദിക്കുക. അപ്പം നമ്മളൊരാളെ ഐ അപ്രീഷിയേറ്റ് യു എന്ന് പറയത്തില്ലേ. അപ്രീഷിയേറ്റ് എന്ന് പറയുന്നത് നോർമൽ ഒരു വേർഡാണ്. ഗുഡ് ജോബ് എന്ന് പറയത്തില്ലേ, നല്ല നല്ല ജോലി, ഗുഡ് ജോബ് എന്ന് പറയത്തില്ലേ, നല്ല കാര്യം എന്ന് പറയും. ഗുഡ് ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലി എന്നല്ല, നന്നായിരിക്കുന്നു, നല്ലത് എന്ന് ഇങ്ങനെ പറയാം. ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം, അടിപൊളി,
എന്ന് പറയത്തില്ലേ. നമ്മൾ ടീച്ചർമാരൊക്കെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗുഡ് ജോബ് എന്ന് പറയത്തില്ലേ, അതെ. നെക്സ്റ്റ് ഗ്രേറ്റ്. ഗ്രേറ്റും ഇതേപോലെ തന്നെ ഗ്രേറ്റ് ജോബ്, ഗ്രേറ്റ് എന്ന് പറയില്ലേ, അതേപോലെ. എക്സലന്റ്, നന്നായിരിക്കുന്നു എന്നത്. ഇനി ഹൗ ഓൾഡ് ആർ യു, എത്ര വയസ്സായി. ഹൗ വാസ് യുവർ ഡേ, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു. പിന്നെ കം ജോയിൻ us, വരൂ നമ്മുടെ കൂടെ ചേരൂ. മേ ഐ ഹെൽപ്പ് യു, എന്ത് സഹായമാണ് ചെയ്യേണ്ടത്. മേ ഐ കം ഇൻ, നമ്മൾ ടീച്ചർമാരോട് ചോദിക്കൂലേ ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട്, മേ കം ഇൻ ടീച്ചർ, അതിന് മേ ഐ കം ഇൻ, അകത്തേക്ക് കയറിക്കോട്ടെ എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമ്മളൊരു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇത്രയുള്ളൂ, ബൈ.